കേരള മാരിടൈം ബോർഡ് സംസ്ഥാനത്തിലെ ജലയാനങ്ങളുടെ രജിസ്ട്രേഷൻ, സർവേ, മറ്റ് നടപടിക്രമങ്ങൾ എന്നിവ സുതാര്യവും എളുപ്പവുമായി നടപ്പിലാക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കേരള നൗക അഥവാ ഐവി കണക്ട്. ഈ സേവനങ്ങളെല്ലാം തന്നെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ ലളിതമായി ലഭ്യമാക്കുന്ന രീതിയാണിത്. ഒരു വെസൽ ഉടമയായി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ വെസലിന്റെ രജിസ്ട്രേഷൻ ലഭ്യമാക്കുന്നത് വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഈ പോർട്ടലിലൂടെയാണ് നടന്നുവരുന്നത്. ഒരു ബോട്ട് നിർമ്മിക്കുന്നതിന്റെ ആദ്യപടിയായി ഒരു വെസൽ ഓണറായി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. വെസൽ ഉടമയായി രജിസ്റ്റർ ചെയ്യുന്നതിലേക്കായി iv.kmb.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇമെയിൽ, നെയിം, പാസ്വേഡ് എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് ലഭ്യമാകുന്ന ഇമെയിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം ഉടമസ്ഥന്റെ മേൽവിലാസം, ആധാർ വിവരങ്ങൾ, മൊബൈൽ നമ്പർ എന്നിവ നൽകി ഒരു OTP ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട് സാധൂകരിക്കുക. ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നതിലേക്കായി നിങ്ങൾ നൽകിയ ഇമെയിൽ ആയിരിക്കും യൂസർ നെയിമായി ഉപയോഗിക്കേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ പാസ്വേഡ് മറന്നുപോയാൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ലിങ്ക് വഴി ആയത് പുനഃസൃഷ്ടിക്കാവുന്നതാണ്. ഒരു വെസൽ ഉടമയായി ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഫോർ ന്യൂ വെസൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ നൽകിയിട്ടുള്ള എല്ലാ അപേക്ഷകളും അവിടെ കാണുന്നതിനും അതിന്റെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഒരു പുതിയ വെസൽ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നതിന് മുകളിൽ വലത് കോണിലുള്ള ആഡ് വെസൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൌണിൽ നിന്ന് ന്യൂ വെസൽ എന്നത് തിരഞ്ഞെടുത്ത് ജില്ല തിരഞ്ഞെടുക്കുക. ജില്ല തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പോർട്ട് ഓഫ് രജിസ്ട്രി ലോഡ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് അത് ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. തുടർന്ന് പോർട്ടും തിരഞ്ഞെടുക്കാം. ഉടമയുടെ പേര്, മേൽവിലാസം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രൊഫൈലിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഈ സ്ക്രീനിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും പൂരിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെസലിന് നിങ്ങൾ നൽകുന്ന പേര് മുൻപ് അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ ആയത് നൽകാൻ സാധിക്കുകയില്ല. ഡ്രാഫ്റ്റായി നൽകിയ വിശദാംശങ്ങൾ സേവ് ചെയ്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള വിവരങ്ങൾ പൂരിപ്പിക്കാം. അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഓഫ് ഹൾ വിശദാംശങ്ങൾ പൂരിപ്പിക്കാൻ കഴിയും. അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് എഞ്ചിനുകളുടെ പ്രൊപ്പൽഷന്റെ വിശദാംശങ്ങൾ നൽകാനാകും. ഒരു വെസലിൽ ഒന്നിലധികം എഞ്ചിൻ ഉണ്ടെങ്കിൽ ആഡ് എഞ്ചിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഞ്ചിൻ വിശദാംശങ്ങൾ ചേർക്കാൻ കഴിയും. പർട്ടിക്കുലർ ഓഫ് ഫയർ അപ്ലയൻസ് വിശദാംശങ്ങൾ നൽകാൻ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വെസലിന്റെ ഡ്രോയിങ്ങുകളും പ്രിലിമിനറി, സ്റ്റെബിലിറ്റി എന്നിവ അപ്ലോഡ് ചെയ്യുന്നതിനായി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് പേജിലേക്ക് പോകാവുന്നതാണ്. വിജയകരമായ പേയ്മെന്റിന് ശേഷം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുകയും ബന്ധപ്പെട്ട പോർട്ട് കൺസർവേറ്റർക്ക് അയക്കുകയും ഒരു റഫറൻസ് നമ്പർ സൃഷ്ടിക്കുകയും ചെയ്യും. ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ നേവൽ ആർക്കിടെക്ട് ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനയ്ക്ക് ശേഷം കൺസെന്റ് ഫോർ കൺസ്ട്രക്ഷൻ ഫോർ എ ന്യൂ വെസൽ എന്ന അനുമതി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഓരോ വെസലിനുമെതിരെയുള്ള മോർ ഓപ്ഷൻ വഴി നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. വെസലിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ വിവിധ ഘട്ടങ്ങളായ ഹീലേയിങ്, ലോഞ്ചിങ്, സ്റ്റെബിലിറ്റി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഓൺലൈനായി തന്നെ സമർപ്പിക്കേണ്ടതാണ്. ആയവ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതാണ്. സർവേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായി സൈഡ് മെനുവിലെ സർവേ സെക്ഷനിൽ നിന്നും സർവേ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സർവേ ലിസ്റ്റിംഗ് പേജിൽ ഉപയോക്താക്കൾക്ക് ഉപയോക്താവ് ആരംഭിച്ച എല്ലാ സർവേ അപേക്ഷകളും അവയുടെ സ്റ്റാറ്റസുകളും കാണാൻ കഴിയും. ലിസ്റ്റിംഗ് പേജിലെ സർവേ ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വഴി സർവേ അപേക്ഷകൾ നൽകുന്ന പേജിലേക്ക് പോകാൻ കഴിയുന്നതാണ്. ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് സർവേ ചെയ്യേണ്ട വെസൽ തിരഞ്ഞെടുക്കുക. വെസൽ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുത്ത വെസലിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിൽ സ്വയമേ ലോഡ് ചെയ്യപ്പെടും. വെസലുടമ ഒരു പുതിയ വെസൽ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സർവേ ടൈപ്പിന് കീഴിൽ ഇനിഷ്യലായി പ്രീലോഡ് ചെയ്യപ്പെടും. സർവേ ടൈപ്പ് ഇനിഷ്യലായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉടമ ഇനിഷ്യൽ സർവേക്കുള്ള വിശദാംശങ്ങൾ നൽകണം. തുടർന്നുള്ള ഓരോ പേജിലും വരുന്ന വിവരങ്ങൾ കൃത്യമായി നൽകിയ ശേഷം വെസലിലെ ജീവനക്കാരുടെ ഫോട്ടോ, ലൈസൻസ്, ആധാർ എന്നിവ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് പേജിലേക്ക് പോകാവുന്നതാണ്. ഇത്തരത്തിൽ ലഭ്യമാകുന്ന സർവേ അപേക്ഷകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതാണ്. അംഗീകാരം ലഭ്യമായതിനു ശേഷം മോർ എന്ന ബട്ടൺ വഴി നിങ്ങൾക്ക് ഡിക്ലറേഷൻ ഓഫ് സർവേ, സർട്ടിഫിക്കറ്റ് സർവേ എന്നിവ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. രജിസ്ട്രേഷന്റെ ആദ്യപടിയായ കാർവിംഗ് ആൻഡ് മാർക്കിംഗ് പൂർത്തീകരിക്കുന്നതിലേക്കായി ഉടമ സൈഡ് മെനുവിലെ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്ന് കാർവിംഗ് ആൻഡ് മാർക്കിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കാർവിംഗ് ആൻഡ് മാർക്കിംഗ് ലിസ്റ്റിംഗ് പേജ് ലോഡ് ചെയ്യും. കാർവിംഗ് ആൻഡ് മാർക്കിംഗ് ലിസ്റ്റിംഗ് പേജിൽ ഉപയോക്താക്കൾക്ക് ഉപയോക്താവ് ആരംഭിച്ച എല്ലാ കാർവിംഗ് ആൻഡ് മാർക്കിംഗ് അപേക്ഷകളും അവയുടെ സ്റ്റാറ്റസുകളും കാണാൻ കഴിയും. കാർവിംഗ് ആൻഡ് മാർക്കിംഗ് പേജിലെ അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വഴി കാർവിംഗ് ആൻഡ് മാർക്കിംഗ് അപേക്ഷകൾ നൽകുന്ന പേജിലേക്ക് പോകാൻ കഴിയുന്നതാണ്. ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് കാർവിംഗ് ആൻഡ് മാർക്കിംഗ് ചെയ്യേണ്ട വെസൽ തിരഞ്ഞെടുക്കുക. വെസൽ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുത്ത വെസലിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിൽ സ്വയമേ ലോഡ് ചെയ്യപ്പെടും. വെസലുടമ ഇൻഷുറൻസ് സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും, ഡിക്ലറേഷൻ ഓഫ് ഓണർഷിപ്പ്, പൊല്യൂഷൻ അപ്ഡേറ്റ് ചെയ്യുകയും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുകയും വേണം. ഈ വെസൽ മോർട്ട്ഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റിംഗ് മോർട്ട്ഗേജ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്ത ശേഷം തുടരാൻ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ വെസലുടമ പേയ്മെന്റ് പേജിലേക്ക് റീഡയറക്ട് ചെയ്യും. വിജയകരമായ പണമടയ്ക്കൽ കഴിഞ്ഞ് അപേക്ഷ സ്വയമേ സമർപ്പിക്കുകയും കൂടുതൽ പ്രോസസ്സിംഗിനായി ബന്ധപ്പെട്ട പോർട്ട് കൺസർവേറ്റർക്ക് അയക്കുകയും ചെയ്യും. ലഭ്യമാകുന്ന അപേക്ഷകൾ പോർട്ട് കൺസർവേറ്റർ, രജിസ്ട്രിംഗ് അതോറിറ്റി, സർവേയർ എന്നിവർ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതാണ്. അംഗീകാരം ലഭിക്കുന്ന അപേക്ഷകൾക്ക് നേരെയുള്ള മോർ ബട്ടൺ വഴി നിങ്ങൾക്ക് കാർവിംഗ് ആൻഡ് മാർക്കിംഗ് നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. കാർവിംഗ് ആൻഡ് മാർക്കിംഗ് നോട്ടിൽ അംഗീകരിച്ചു നൽകുന്ന വെസലിന്റെ പേര്, ഒഫീഷ്യൽ നമ്പർ എന്നിവ വെസലിൽ വ്യക്തമായി കാണുന്ന വിധത്തിൽ രേഖപ്പെടുത്തിയ ശേഷം വെസലുടമ സൈഡ് മെനുവിലെ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്ന് രജിസ്ട്രേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രവർത്തനം രജിസ്ട്രേഷൻ ലിസ്റ്റിംഗ് പേജ് ലോഡ് ചെയ്യും. രജിസ്ട്രേഷൻ പേജിലെ അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വഴി രജിസ്ട്രേഷൻ അപേക്ഷകൾ നൽകുന്ന പേജിലേക്ക് പോകാൻ കഴിയുന്നതാണ്. ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യേണ്ട വെസൽ തിരഞ്ഞെടുക്കുക. വെസൽ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുത്ത വെസലിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിൽ സ്വയമേ ലോഡ് ചെയ്യപ്പെടും. വെസലിന്റെ 6 ഫോട്ടോ സഹിതം അപ്ലോഡ് ചെയ്ത് അപേക്ഷകൾ സമർപ്പിക്കുക. ഇത്തരത്തിൽ ലഭ്യമാകുന്ന അപേക്ഷകർ പോർട്ട് കൺസർവേറ്റർ, രജിസ്ട്രിംഗ് അതോറിറ്റി എന്നിവർ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതാണ്. അംഗീകാരം ലഭ്യമായ ശേഷം ഓരോ വെസലിനുമെതിരെയുള്ള മോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ ടൂറിസം, വ്യാപാരം, ജലഗതാഗതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വെസലുകൾക്കും സുതാര്യവും വേഗമേറിയവുമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് കേരള മാരിടൈം ബോർഡ് ഈ പോർട്ടലിലൂടെ ലക്ഷ്യമിടുന്നത്.